ആദിവാസി ഗോത്ര വിഭാഗത്തിലെ 65 പേർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നൽകി. മലപ്പുറം ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ SREF ഫണ്ട് ഉപയോഗിച്ച് ജില്ലയിലെ വനത്തിനകത്തും വനത്തിനോട് ചേർന്നും താമസിക്കുന്ന ആദിവാസി ഗോത്ര വിഭാഗങ്ങളിലെ യുവാക്കൾക്കാണ് ഡ്രൈവിംഗ് ലൈസൻസ് നൽകിയത്. ഡ്രൈവിംഗ് പരിശീലനം കൊടുത്ത് ലൈസൻസ് നൽകുന്ന പദ്ധതി പ്രകാരമാണ് നിലമ്പൂർ ഡിവൈഎസ്പി ഓഫീസിൽ നടന്ന ചടങ്ങിൽ ലൈസൻസ് ലഭിച്ച 65 പേർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് വിതരണം നടത്തിയത്. നിലമ്പൂർ ജില്ലാ പോലീസ് മേധാവി R. വിശ്വനാഥാണ് ചടങ്ങിൽ ലൈസൻസ് വിതരണം ഉദ്ഘാടനം ചെയ്തത്. കേരള പോലീസും കൂടാതെ മോട്ടോർ വാഹന വകുപ്പും ചേർന്നിട്ടുള്ള ഒരു ട്രൈബൽ മേഖലയിലെ ചെറുപ്പക്കാർക്ക് അവർ വാഹന ലൈസൻസ് ഇല്ലാതെ ഓടിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ അത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് സെക്യൂരിറ്റി റിലേറ്റഡ് എക്സ്പെൻഡിച്ചർ, അതായത് മാവോയിസ്റ്റ് ഭീഷണി നേരിടുന്ന ജില്ലകൾക്കുള്ള ഫണ്ട് വിനിയോഗിച്ച് ഇന്ന് നമ്മൾ 65ഓളം ചെറുപ്പക്കാർക്ക് ലൈസൻസുകൾ, അതിൽ 8 പേർക്ക് 4 വീലറും ബാക്കി എല്ലാവർക്കും 2 വീലർ ലൈസൻസുകളും കൊടുക്കുന്ന ചടങ്ങാണ് ഇവിടെ കഴിഞ്ഞത്. അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനെ കാണുന്നത്. അതിൽ നിയമ സംവിധാനത്തിനോട് അതിൻ്റെ അജ്ഞത കൊണ്ടും കുറേയൊക്കെ സംവിധാനങ്ങൾ അങ്ങോട്ടേക്ക് എത്താത്തത് കൊണ്ടും തന്നെ ഇത്രയും വർഷങ്ങളായിട്ട് വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ നിയമപ്രശ്നങ്ങൾ ഒരു വഴിക്കും, അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള അപകടങ്ങളോ മറ്റോ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കിട്ടേണ്ട ഇൻഷുറൻസ് ക്ലെയിം അടക്കമുള്ള മറ്റെല്ലാ കാര്യങ്ങൾക്കും വിഘാതമാകുമെന്നുള്ളത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി 2023 ഇതിൻ്റെ ആദ്യ ഘട്ടത്തിൽ 75 പേർക്കാണ് ഇത്തരത്തിൽ ലൈസൻസ് കൊടുക്കാനായിട്ട് കഴിഞ്ഞത്. ഇത്തവണ ഏതാണ്ട് 65ഓളം പേർക്കത് നൽകപ്പെട്ടിരിക്കുകയാണ്. 2 തവണകളായി 140 പേർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നൽകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ആദ്യഘട്ടത്തിൽ 75 പേർക്ക് ലൈസൻസ് നൽകിയിരുന്നു. ഇന്ന് 65 പേർക്കാണ് ലൈസൻസ് നൽകിയത്. ഇതിൽ 8 പേർക്ക് 4 വീൽ ജീപ്പിന്റെ ലൈസൻസ് ആണ് നൽകിയത്. ഇത് അവർക്ക് ഉപജീവനത്തിന് കൂടി സഹായകമാകും. ഉൾവനത്തിൽ കഴിയുന്ന ഇവർക്ക് വാഹനമോടിക്കാൻ ലൈസൻസ് നൽകുന്നതിലൂടെ നിയമ തടസ്സം ഒഴിവാക്കാനും സുരക്ഷ ഉറപ്പാക്കാനും കഴിയുമെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. മോട്ടോർ വാഹന വകുപ്പും ജില്ലാ പോലീസും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കിയത്. മാവോയിസ്റ്റ് ഇടപെടലുണ്ടായപ്പോൾ പോലും പൊതുസമൂഹത്തിനൊപ്പം നിന്നവരാണ് ഉൾവനത്തിലെ ആദിവാസി സമൂഹമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിൽ 4 പേർ പ്രാഗ്ധന ഗോത്രവർഗമായ മാഞ്ചേരി ചോലനായിക്ക വിഭാഗത്തിൽപ്പെട്ടവരും 3 പേർ സ്ത്രീകളുമാണ്. പ്രാഗ്ധന ഗോത്രവർഗമായ ചോലനായിക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നത് ആദ്യമാണെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥനും മാഞ്ചേരി ചോലനായിക്ക നഗറിലെ അംഗവുമായ ബാലനും പറഞ്ഞു. ഞങ്ങൾ ഏകദേശം 2 വർഷത്തിന് മേലായി വാഹനങ്ങൾ വാങ്ങിയിട്ട് മാഞ്ചേരി കോളനിയിൽ. അപ്പം കോളനിയിൽ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൂടുതൽ ടൗണിലേക്ക് ഇറങ്ങാറില്ല. കൂടുതൽ കരുളായി മാഞ്ചേരി ഇങ്ങനെ സ്വന്തം വീടുകളിലേക്ക് പോകുന്നൊരു അവസ്ഥയിൽ ഞങ്ങൾ വാഹനങ്ങൾ സംഘടിപ്പിച്ചത്. അപ്പം ഞങ്ങളിതിനെ വെച്ചിട്ട് ITDP-നെ സമീപിച്ചു. പക്ഷെ ഫണ്ട് നൽകാമെന്ന് പറഞ്ഞു. ബാക്കിയുള്ളത് നമ്മൾ അറിയണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാലും നമുക്ക് ഇവിടെ വന്ന് താമസിക്കാനുള്ള സൗകര്യം, കാരണം 20-28 കിലോമീറ്റർ ഉൾക്കാട്ടിലാണ് ഞങ്ങളുടെ ആൾക്കാരുള്ളത്. അവിടെ നിന്ന് പോയി വരവാനൊരു ബുദ്ധിമുട്ടാണ് ക്ലാസ്സിന് പങ്കെടുക്കാൻ. അപ്പം പിന്നെ അതുമാത്രമല്ല, നമുക്ക് ഫണ്ടും കണ്ടെത്തണമെന്ന് അവർ തന്നെ പറയുന്നു. ഫണ്ട് ചെലവാക്കുന്നവർക്ക് നമുക്ക് തരുമെന്നാണ് അവർ പറഞ്ഞത്. അതിന് മുറയ്ക്ക് ഞങ്ങൾ പോലീസിനെ സമീപിച്ച് പോലീസിലെ നേരത്തെ പറഞ്ഞ ഉദ്യോഗസ്ഥരാണ് ഞങ്ങൾ സഹായിച്ചത്. അപ്പം അങ്ങനെ ഞങ്ങളുടെ ആവശ്യം DYSP സാറിനെ SP സാറിനെ അറിയിച്ച് അങ്ങനെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞങ്ങൾക്ക് വളരെ സന്തോഷം. കാരണം ചോലനാക്കറിലെ ആദ്യത്തെ ഒരു ബാച്ചായിരിക്കും ഇത്. കാരണം ഇതുവരെ ചോലനാക്കരുടെ ഇടയിൽ അങ്ങനെ ലൈസൻസ് എടുത്തിട്ടില്ല എന്നാണ് എന്റെ അറിവ്. നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ സുനിൽ പുളിക്കൽ, കരുവാരകുണ്ട് CI ജയൻ, എടക്കര CI ബാബു, ആദിവാസി വിഭാഗത്തിൽ നിന്നും ബാലൻ മാഞ്ചേരി, ഗോപാലൻ പാട്ടക്കരിമ്പ, വീരൻ ഉച്ചക്കുളം എന്നിവർ സംസാരിച്ചു. ചടങ്ങിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസും നടത്തി. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.